അവളുടെ രീതിയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് അവക്ക് ഞാനൊരു അത്യാവശ്യം അല്ലെന്നാ. പാവം കിട്ടുന്ന വർത്താനം പറയാതെ നന്ദ. എന്തായാലും ഞാൻ അവളെ വിളിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്തിന്? എനിക്ക് വേണ്ടി ദൂത് പറയാനോ? ഒന്നും വേണ്ട. നിങ്ങൾ വിളിക്കുമ്പോ എന്ത് ചെയ്താലും ഞാൻ ഈ ഒരു സന്ധി സംഭാഷണത്തിൽ വരാൻ പോകുന്നില്ല. നന്ദ, മുരളി പ്ലീസ്, ഞാനൊന്ന് സമാധാനമായിട്ട് ഇരുന്നോട്ടെ. സത്യത്തിൽ ഇവിടെ വരുമ്പോഴാണ് എനിക്കൊരു ശാന്തത കിട്ടുന്നേ. കുറച്ചേരം ഞാനൊന്ന് വെറുതെ ഇരുന്നോട്ടെ. അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ മോളെ? ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ എന്നോടൊക്കെ തുറന്നു പറഞ്ഞപ്പോ അച്ഛനോടുള്ള ബഹുമാനവും സ്നേഹവും കൂടിയതേ ഉള്ളൂന്ന്. അപ്പൊ നമ്മുടെ വീട്ടിലിതറിഞ്ഞാലും അച്ഛനോടുള്ള ഇഷ്ടം കൂടുകയല്ലേ ഉള്ളൂ. അച്ഛനെ തെറ്റിദ്ധരിച്ചതിൽ അവർക്ക് പശ്ചാത്താപം ഉണ്ടാവും. വീട്ടിലെല്ലാം തുറന്നു പറഞ്ഞൂടെ അച്ഛാ? ഞാൻ മോളോട് പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ തനുജ പ്രശ്നങ്ങളുടെ തുടക്കം ഞാനാണെന്ന്. ആ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ ഞാനെടുത്ത തീരുമാനമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോ ബലരാമൻ ഈ വിവരമൊക്കെ അറിയുകയും എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്താലും അത് ഞാൻ കാരണമാണ്. ആ കുഞ്ഞിനെ വളർത്തണമെന്നും രക്ഷിക്കണമെന്നൊന്നും ബലരാമൻ ആവശ്യപ്പെട്ടിരുന്നില്ല. ബലരാമന്റെ അവിഹിത സന്താനമാണ് തനൂജയെന്ന് ഇനി ഞാൻ വിളിച്ചു പറഞ്ഞാൽ അതും എന്റെ കുറ്റമാവും. ചന്ദ്രമതിയുടെ മുമ്പിൽ ബലരാമനൊരു തെറ്റുകാരനായി നിർത്താൻ ഞാനൊരു അവസരം ഉണ്ടാക്കില്ല. കാര്യങ്ങൾ അറിയുമ്പോൾ പ്രഭയും രജനിയും നന്ദനും ഒക്കെ എന്നോട് ക്ഷമിക്കുമായിരിക്കും. അപ്പോഴും എന്റെ ആത്മസുഹൃത്തിനെ ഞാൻ സമൂഹത്തിന് മുമ്പിൽ ചതിക്കുന്നതിന് തുല്യമാവും. അതാണ് ഞാൻ പറഞ്ഞത്, കാരണക്കാരൻ ഞാൻ മാത്രമാണെന്ന്. അച്ഛനെ തന്നെ കുറ്റപ്പെടുത്തുന്നോ? ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാതെ കാത്ത് അതിനെ വളർത്തിക്കൊണ്ട് വന്നതിനപ്പുറം വലിയ നന്മ എന്താ അച്ഛാ? അതിന്റെ പേരിൽ എന്തൊക്കെ അപരാധം കേട്ടിട്ടും തീരുമാനിച്ച കാര്യത്തിൽ നിന്നും അച്ഛൻ അണുവിട മാറുന്നുമില്ല. എന്നിട്ടും അച്ഛൻ സ്വയം കുറ്റപ്പെടുത്താണോ? എനിക്കതേ പറ്റൂ. എന്റെ മനസ്സ് പറയുന്നു മോളെ, അധികം വൈകാതെ ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന്. എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നറിയില്ല, പക്ഷേ ചില തീരുമാനങ്ങളുണ്ടാവും. അതുവരെ അതൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. ഇല്ലച്ച, അങ്ങനെ അച്ഛൻ സ്വയം ഭാരം ചുമക്കണ്ട. പിന്നെ ബലരാമനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് ഞാൻ ലോകത്തോട് പറയണോ? ബലരാമനോട് പറയണോ? അതോ തനൂജയോട് പറയണോ? എന്ത് ചെയ്യണം? കണ്ടോ, മോൾക്ക് പോലും ഉത്തരം കിട്ടുന്നില്ല. ചതുരംഗക്കളത്തിൽ രാജാവിനെ പൂട്ടി നിർത്തിയിരിക്കും പോലെ എന്നെയും തനുജ വിഷം കുരുക്കിയിരിക്കുക. നിൽക്കുന്നിടത്ത് നിൽക്കാന്നല്ലാതെ നീങ്ങാൻ വയ്യ. ഞാൻ നടത്തുന്നത് ശക്തിയില്ലാത്ത പ്രതിരോധമാണ്. ചില ഒച്ചവയ്ക്കലുകൾ, ദേഷ്യം കാണിക്കൽ, നിശബ്ദരായിരിക്കൽ, അതിലൊക്കെ കൂടി അങ്ങനെ അങ്ങ് പോവുക. എന്തായാലും തനുജയുടെ ഭീഷണിയിൽ എനിക്ക് എന്റെ വീട്ടുകാരെ കൈവിട്ട് കളയാൻ പറ്റില്ല. അതിനെ ഞാൻ ചെറുക്കുക തന്നെ ചെയ്യും. അച്ഛന്റെ കൂടെ ഞാനും ഉണ്ടാവും. വേണ്ട മോളെ, അതുകൂടി പറയാനാ മോളെ ഞാൻ വിളിച്ചത്. മീരയുടെ കൊലപാതക കേസൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സന്തോഷകരമായി ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനിടയിൽ ഇപ്പൊ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. മോൾ എന്റെ ഭാഗം ചേർന്ന് നന്ദനെ പിണക്കണ്ട, സന്തോഷമായി ജീവിക്കണം. കൊല ചെയ്യാൻ തീരുമാനിച്ചൊരു കുഞ്ഞിന്റെ ജീവനെ രക്ഷിക്കുകയും ആ കുഞ്ഞിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുകയും ചെയ്ത അച്ഛന് വേണ്ടി ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ? അച്ഛന്റെ കൂടെ തന്നെ ഞാൻ നിൽക്കും. ഞാൻ പറഞ്ഞിട്ടാണ് 2 ദിവസം നീ നിന്റെ വീട്ടിലേക്ക് മാറി നിന്നതെന്ന് നന്ദനോ മറ്റോ അറിയാമോ? ഇല്ലച്ച, ഇനി അത് പറഞ്ഞിട്ട് ദേഷ്യം കൂടണ്ടെന്ന് വിചാരിച്ചു. നിനക്കൊരു സമാധാനത്തിന് വേണ്ടിയാ ഞാനത് പറഞ്ഞത്. അറിയാച്ച. പാവം
പ്രഭയും നന്ദനും രജനിയും അവരെ കുറ്റപ്പെടുത്താനേ പറ്റില്ല. അതെ അച്ഛ, പക്ഷെ അവർക്ക് അച്ഛനെ മനസ്സിലാക്കാമായിരുന്നു. അതേ ഉള്ളൂ എൻ്റെ ഒരു വിഷമം. തനൂജയുടെ അടുത്ത നീക്കം എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. അച്ഛൻ പറയും പോലെ വരുന്നിടത്ത് വെച്ച് കാണാം. അതെ. ആ, മോള് പൊക്കോ, ഓട്ടോ പിടിക്കണ്ടേ? വേണ്ടച്ച, ഇതിലേ അങ്ങ് പോവാലോ. ശരി, മോള് ചെല്ലേ. അച്ഛൻ വീട്ടിലേക്ക് പോവല്ലേ? ശരി. ശരി അച്ഛ. ഇപ്രാവശ്യം സംസ്ഥാന സമ്മേളനം കണ്ണൂർ വെച്ചിട്ടാണല്ലേ? ആ അതെ, നമുക്ക് 2 ദിവസം മുന്നേ പോയേക്കാം. മാഷെ, കേറിയിരിക്കാൻ പറഞ്ഞു. ഓ വേണ്ട പെങ്ങളെ, ഗിരീഷ് മാഷ് റെഡിയായില്ലേ? ഗിരി കുളിക്കുക, ഒരു 5 മിനിറ്റ്. 5 അല്ല 10 മിനിറ്റ് ആയാലും സാരില്ല. സമ്മേളനം ഇവിടെ അടുത്ത് തന്നെയാ, ഇനിയും സമയമുണ്ട്. ഗിരീഷ് മാഷിനെ ഒരല്പം നേരത്തെ കൂട്ടിക്കൊണ്ടോന്ന് വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ. പറയുമ്പോ ഒന്ന് തോന്നരുത്. സ്കൂൾ ടീച്ചേഴ്സ് ഇങ്ങനെ സമരവും സമ്മേളനമായിട്ട് നടന്ന കുട്ടിയൊക്കെ പഠിക്കണ്ടേ? ആ അത് കൊള്ളാം. സിദ്ധാർത്ഥൻ സാറിന്റെ മോള് തന്നെ ഇത് പറയണം കേട്ടോ. ഞങ്ങൾ 2 പാർട്ടാണെങ്കിലും സാമൂഹ്യ പ്രവർത്തകരാണേ. ഞാൻ വെറുതെ പറഞ്ഞതാ. ആ മിക്കവാറും ഗിരീഷ് മാഷ് സംഘടനയുടെ സംസ്ഥാന ഭാരവാഹിയാവും. ശരി ശരി, എന്തായാലും ഞാൻ ചായ എടുക്കാം. ഓ ഒന്നും വേണ്ട കേട്ടോ. സാരമില്ല, ഞാൻ ചായ എടുക്കാം. ആ മാഷേ, സിദ്ധാർത്ഥ സാറിന്റെ മോള് തന്നെ. എത്ര നല്ല ഇടപെടല. ആ അതെ അതെ, ഗിരീഷ് മാഷിന്റെ ഭാഗ്യം. ആ അതെ അതെ. ചേട്ടാ ഒരു മിനിറ്റ്. ശരി. ഇതല്ലേ ഗിരീഷ് എന്ന് പറയുന്ന അധ്യാപകന്റെ ആ, വീട്? ഇത് തന്നെ. ആളുണ്ടോ ഇവിടെ? ആ ഉണ്ട്. ഗിരീഷ് മാഷിന്റെ ഭാര്യ ഇവിടെ ഉണ്ടോ? കുട്ടിയാരാ? ഞാൻ ഗിരീഷ് മാഷിന്റെ ഭാര്യയുടെ അനിയത്തിയാ. ഓ അവരിവിടെ ഉണ്ട്. താങ്ക് യു. ചേട്ടാ ഇത് തന്നെയാ വീട്. എത്രയായി? 300. ഓക്കെ. സലിം മാഷെ, ചായ എടുത്തു വെച്ചേ. ആ എന്നാ ഒരു ചായ എക്സ്ട്രാ എടുത്തോ. എന്താ? കുട്ടിയുടെ അനിയത്തി വന്നിട്ടുണ്ട്. ഓക്കെ. ഹായ്. ഇവിടെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചേച്ചിക്ക് സർപ്രൈസ് കൊടുത്തതാ. ചേച്ചി ഞെട്ടി. എന്താ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നെ? സർപ്രൈസ് ആയല്ലേ?
തനുജ, എന്താ ഗിരീഷേട്ടാ, സുഖമല്ലേ? എന്താടി നീ എന്തിനാ വന്നേ? ആ കണ്ടോ ദേഷ്യം കണ്ടോ? എനിക്കറിയാം, കല്യാണത്തിന് വരാത്തതിന്റെ ദേഷ്യമല്ലേ? ഞാൻ പറഞ്ഞിരുന്നല്ലേ ബാംഗ്ലൂര് ഞങ്ങളുടെ സ്ഥാപനത്തില് ലീവ് കിട്ടാൻ പ്രയാസമാണെന്ന്. അല്ല, ഈ സിദ്ധാർത്ഥ സാറിന് ഒരു മോനും ഒരു മോളും ആണെന്നാണല്ലോ ഗിരീഷ് മാഷ് മുമ്പ് പറഞ്ഞിരുന്നത്. അത് ഏയ്, ഒരാണും 2 പെണ്ണൊന്നായിരിക്കും. എന്തെങ്കിലും പറ ചേച്ചി. ചേട്ടാ, ചേച്ചി എങ്ങനെ വഴക്കുണ്ടാക്കുവോ? തനുജ, നീ ഇപ്പൊ വീട്ടിൽ പോ, ഞങ്ങൾ വരാം. ഏയ്, ഇന്ന് ഇവിടെന്നാ എന്റെ ഭക്ഷണം. നാളെ പോകുന്നുള്ളൂ. ഹ, ചേച്ചി ഇങ്ങനെ ദേഷ്യം കാണിക്കല്ലേ, ഒന്ന് ചിരിക്കേ. പക്ഷേ അതെ, നിങ്ങൾ പോക്കോ, ഞാൻ എത്തിക്കോളാം. അല്ല മാഷേ, ഞങ്ങൾ വേണേ വെയിറ്റ് ചെയ്യാം. അതല്ല, ഞാൻ എത്തിക്കോളാം. അനിയത്തി വന്നതിന്റെ തിരക്കായല്ലേ? എന്നാ നമുക്ക് ഇറങ്ങാം. ശരി സാറേ, നമുക്ക് പോവാം. മാഷേ, കൃത്യസമയത്ത് എത്തണേ. ഇറങ്ങടി ഇവിടുന്ന്, ഇറങ്ങാൻ. എടി നിന്നെ ഞാൻ. മോളെ രജനി, എന്താ ഇത്? ഗിരി തടയണ്ട. എടി മോളെ, അമ്മ മാറ്. വേണ്ട, എനിക്ക് ഇവളോട് 2 ചോദിക്കണം. പറയടി, എന്താടി നിന്റെ ഉദ്ദേശം? അത് കൊള്ളാം. അനിയത്തി ചേച്ചിയുടെ വീട്ടിൽ വരുന്നതിന് ഒരു ഉദ്ദേശമില്ല. ചേച്ചി ഒന്ന് കാണുക, വർത്താനം പറയാ, ഭക്ഷണം കഴിക്കുക. നിനക്ക് ഭക്ഷണം കഴിക്കണോ അല്ലേ? കഴിപ്പിക്കാടി നിന്നെ ഞാൻ. രജനി, ഞാൻ ചോദിക്കാം. ഗിരി, ഞാൻ ചോദിക്കാം. രജനി, ഗിരി സംസാരിക്കട്ടെ. തനുജ, അന്ന് കല്യാണത്തിന് താൻ വന്ന് ബഹളം ഉണ്ടാക്കി ഞങ്ങളുടെ ചടങ്ങൊക്കെ മോശമാക്കി. സിദ്ധാർത്ഥ സാറിന് താനുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. പ്രശ്നം ഉണ്ടാക്കാവുന്ന പോയിത്താ. ഗിരീഷേട്ടൻ നല്ലൊരു വ്യക്തിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഗിരീഷേട്ടനോ? ആരാണ് നിന്റെ ഗിരീഷേട്ടൻ? രജനി, പറയടി. രജനി, ഞാനൊന്ന് സംസാരിക്കട്ടെ. ചേച്ചി എന്തിനാ ആവശ്യമില്ലാതെ ഇങ്ങനെ ചൂടാവുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ രക്തത്തിൽ ജനിച്ചവരല്ലേ? എടി രജനി, ഒരേ രക്തം. ഇറങ്ങിപ്പോടി. തനുജ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ. താൻ എന്തിനാ വന്നത് അത് പറ. അത് പറയാൻ ചേച്ചി സമ്മതിക്കുന്നില്ലല്ലോ. എന്തായാലും പറയാം. ഗിരിയേട്ടൻ വേണ്ട, ഗിരീഷ് മാഷ് കാര്യങ്ങളിലൊന്ന് ഇടപെടണം. മാഷ് കാര്യങ്ങൾ അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് അറിയാം. അതും കൂടി കൊണ്ടാ ഇങ്ങോട്ട് വന്നത്. കേട്ടോ അമ്മേ, അന്ന് കല്യാണ ദിവസം ഞാൻ അവിടെ വന്ന് ബഹളം വെച്ചതില് ക്ഷമ ചോദിക്കുന്നു. എനിക്കതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അവകാശങ്ങൾ പിടിച്ചുപറ്റാൻ ചിലര് വിപ്ലവം നടത്തുമല്ലോ, അതുപോലെ ആയിപ്പോയി അന്നത്തെ എന്റെ ബഹളം. എന്റെ ചേച്ചിയുടെ വിവാഹത്തിൽ ഞാൻ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ദേ കുട്ടി, രജനിയെ പ്രകോപിപ്പിക്കാനല്ലേ മുട്ടിന് മുട്ടിന് ചേച്ചി എന്ന് പറയുന്നേ? ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ദേ കുട്ടി പോ, എന്നിട്ട് നല്ല വഴിക്ക് ജീവിക്കാൻ നോക്ക്. മര്യാദയ്ക്ക് ജീവിക്കുന്ന കുടുംബങ്ങളെ. അവൾക്ക് പറയാനുള്ളത് അവള് പറയട്ടമ്മേ. അതെ, ഞാൻ പറയാം.
കേട്ടോ മാഷെ, ഈ ചേച്ചിയുടെ നാത്തൂൻ ദേവിക അവള് 2 പ്രാവശ്യം എന്റെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. ഞാനങ്ങനെ പേടിക്കുന്ന ടൈപ്പല്ലെന്ന് ഇതിനിടെ തന്നെ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ. അല്ല, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അത് പോട്ടെ. ഗിരീഷ് ഏട്ടൻ എന്തായാലും ഈ പ്രശ്നത്തിലൊന്ന് ഇടപെടണം. എന്തിലിടപെടണമെന്നാ? എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നിയമപ്രകാരം കിട്ടാനുള്ളത് വാങ്ങിത്തരണം. ഗിരീഷ് മാഷിനെ കൊണ്ടേ അത് നടക്കൂ. അല്ലടി, നിനക്ക് കിട്ടാനുള്ള തരാനേ എനിക്ക് പറ്റൂ. ഇപ്പൊ തന്നെ തന്നേക്കാം. രജനി, ദേ കുട്ടിയുടെ വാക്കുകൾ അതിൽ കിടക്കുന്നു. തനുജ അവകാശപ്പെടുന്നത് സിദ്ധാർത്ഥൻ എന്ന ആള് തന്റെ അച്ഛനാണെന്നല്ലേ? അതിനെന്താ തെളിവ്? അച്ഛൻ തന്നെ തെളിവുകൾ ഇല്ലാതാക്കിയ പിന്നെ മോൾ എന്ത് ചെയ്യാനാ? ഇതൊക്കെ ആരാ തന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? സിദ്ധാർത്ഥൻ സാറാണ് തന്റെ അച്ഛനെന്ന് താൻ എങ്ങനെ മനസ്സിലാക്കിയത്? ആരെങ്കിലും തന്നോട് പറഞ്ഞോ? അതോ ഏതെങ്കിലും രേഖകളിൽ നിന്ന് തനിക്കങ്ങ് മനസ്സിലായോ? എന്ത് വിശ്വാസത്തിന്റെ പുറത്താ നല്ലൊരു മനുഷ്യന്റെ പേരിൽ താനിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്? വ്യക്തമായ ഉറപ്പില്ലാതെ ഒരാൾ ഇതുപോലെ വിളിച്ചു പറയൂ? ഞാൻ പറഞ്ഞത് കെട്ടിച്ചമച്ചതാണെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല? പിന്നെ വെറുതെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും അങ്ങ് കേസിന് പോവല്ലേ? ഓ, അത് ശരി. നിങ്ങളും ഇതിൽ ഇടപെടില്ല അല്ലേ? കണ്ടോ അവളുടെ ഭാവം മാറിയത്? കണ്ടോ? ഇതല്ല, ഇനിയും എന്റെ മാറ്റങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എനിക്കെതിരെ കേസ് കൊടുക്കുന്നല്ലേ പറഞ്ഞത്? ഞാൻ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പോവാ. DNA ടെസ്റ്റിനും വെല്ലുവിളിക്കും. ആണോ? ഇന്നത്തെ പോയി കേസ് കൊടുക്ക്. കോടതി തീരുമാനിക്കും. മര്യാദയ്ക്ക് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ല അല്ലേ? കല്യാണം മുടക്കാൻ ശ്രമിച്ചതൊക്കെ അങ്ങ് മറക്കാൻ ശ്രമിക്കുമ്പോ താനങ്ങ് ആളാവ്. നിങ്ങൾ എല്ലാവരും കൂടി എനിക്ക് കിട്ടാനുള്ള പണവും മറ്റു വസ്തുക്കളും വാങ്ങിത്തരണം. എങ്കിൽ കാര്യങ്ങൾ മര്യാദയ്ക്ക് അവസാനിക്കും. ഇല്ലെങ്കിൽ അയാളെ കോടതി കയറ്റും. കോടതി വഴി എന്റെ അച്ഛനെ ഞാൻ നേടിയെടുക്കും. ഇറങ്ങി പോടി ഇവിടുന്ന്. മോളെ, ഇനിയും നീ ഇവിടെ നിന്നാ കൊല്ലും നിന്നെ ഞാൻ. ഇറങ്ങിപ്പോ. തനുജ, പുറത്തു പോവാൻ. പുറത്തു പോ, പുറത്തു പോവാൻ. സമാധാനമായിട്ട് കാര്യങ്ങളൊന്ന് തീർക്കാന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. അത് സമ്മതിക്കില്ല. അച്ഛന്റെ സ്വത്തും പണവും കൈവിട്ടു പോകുന്നുള്ള ദേഷ്യത്തിലാ ചേച്ചി കിടന്ന് തുള്ളിയത്. സാരമില്ല, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. വരട്ടെ ഗിരീഷേ. പോട്ടെ മോളെ. പോട്ടെ മോളെ, സാരമില്ല.
ഇതെന്തൊരു ചൂടാ. ഇതും ചൂടാണോ? ശാരി, ആ കുടിക്കാൻ കുറച്ച് തണുത്തുള്ള എടുത്തേ. ചേച്ചി ഇതല്പം കൂടിപ്പോയി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.